നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി മത്തി ഫ്രൈ ആണ്. നമ്മുടെ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട മീനാണ് മത്തി. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ മത്തി ഫ്രൈ ഉണ്ടാക്കാനായിട്ട് മത്തി നന്നായി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ വരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുരട്ടാനുള്ള മസാല തയ്യാറാക്കണം. മസാല തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 ചെറുള്ളി ചെറുതാക്കി ഇങ്ങനെ മുറിച്ചിടാം. നന്നായി അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി ഇതുപോലെ അരിഞ്ഞിടാം. 2 പച്ചമുളക് എടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ചെറിയ അല്ലി വെളുത്തുള്ളിയാണ്, നല്ല നാടനാണ്. അപ്പം ഞാനിതൊരു 8-10 എടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, ഇതിലേക്ക് ഇടുന്നുണ്ട്. ഒരു 1-2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് എടുക്കുന്നുണ്ട്. ഈ ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്തു. അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ അരപ്പ് നമ്മളൊരു ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഉപ്പ്. നാളികേര പാലിലാണ് നമ്മൾ ഈ മസാല മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാനിതിലേക്ക് 2-3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നാളികേര പാലില്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കൈകൊണ്ടിങ്ങനെ യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ മസാലക്കൂട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് മീനിലേക്ക് പുരട്ടി കൊടുക്കണം. മീനിൻ്റെ മേലേക്ക് നന്നായിട്ട് ഇങ്ങനെ പുരട്ടി കൊടുക്കാം. നന്നായിട്ട് 2 സൈഡിലും നന്നായി പുരട്ടി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ നമ്മൾ ഈ വരിഞ്ഞു വെച്ചിട്ടില്ലേ, അതിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ നന്നായിട്ട് മസാല കയറ്റി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഉൾഭാഗം, വയറിൻ്റെ ഉൾഭാഗത്ത് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. ഇതുപോലെ എല്ലാ മീനും പുരട്ടി വയ്ക്കാം. മീനിൽ മസാല എല്ലാം നമ്മൾ നന്നായി പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ 1 മണിക്കൂർ വെക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മിനിമം 1/2 മണിക്കൂറെങ്കിലും വെക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഇതിൽ ഉപ്പും മുളകും പുളിയും ഒക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇതിന് നമുക്ക് ഇനി 1/2 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ കഴിഞ്ഞിട്ട് വറുത്തെടുക്കാം. നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ലാസ്റ്റ് നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറുള്ളി ഇങ്ങനെ 2-3 പീസാക്കിയിട്ട് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് 2 പച്ചമുളക് നടു കീറിയിട്ടിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 5-6 അല്ലി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില. ഇത് നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനാണ് വേണ്ടത്. അപ്പോൾ ഇതോടെ മാറ്റി വയ്ക്കാം. നമുക്കിപ്പോൾ മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് വറുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലായിട്ട് ഉണ്ടാക്കുന്നത്, അപ്പം അതിൻ്റെ രുചി ഇരട്ടിക്കും. ഇവിടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്യുക. മീൻ ഇട്ടതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിം ആക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് കറിവേപ്പില കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻ അടിയിൽ പിടിക്കില്ല ഫ്രൈ ചെയ്യുമ്പോൾ. പിന്നെ ഇത് നല്ല ഫ്ലേവർ ആയിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കറിവേപ്പില ഹെൽത്തി ആണല്ലോ. അപ്പം നമുക്കിതിൽ മീനിനെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ മീനെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ടുണ്ട്. ഇനി അതിൽ കിടന്നിട്ട് മീനൊന്ന് ഫ്രൈ ആവട്ടെ. മീനെ മറച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡും കൂടെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടി ഞാൻ ഇതിനൊന്നിങ്ങനെ മലർത്തിയിട്ടിട്ടുണ്ട്. കുറച്ച് നേരം അങ്ങനെയും കൂടി ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മത്തി 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് കോരി മാറ്റണം. ഞാൻ നമ്മൾ മീനെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാം. നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി, പച്ചമുളക്, അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുള്ളി, കറിവേപ്പില. നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഭയങ്കരമായിട്ട് ഫ്രൈ ആവേണ്ട, സോഫ്റ്റായിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി.
ഇപ്പം നമ്മുടെ ഈ എണ്ണയിൽ തന്നെ നല്ല എരിവും ഉപ്പും ഒക്കെ ഉണ്ട്. അപ്പം ഇനി ഉപ്പും എരിവും ഒന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഈ എണ്ണയിൽ കിടന്നിട്ട് തന്നെ ഇത് ലൈറ്റായിട്ടൊന്ന് മൊരിച്ചെടുത്താൽ മതി. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ മേലെ ഇതിട്ട് കൊടുക്കാം. നമുക്ക് ഈ മീനിൻ്റെ മേലെ ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ മത്തി ഫ്രൈ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഏത് മീനും ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. ഇനിയിപ്പോൾ ഇതിന് ഇത്തിരി കൂടെ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർക്കുന്ന മസാലയില്ലേ, അതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ചേർത്താൽ മതി. അരിപ്പൊടിയോ അല്ലെങ്കിൽ റവയോ, അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പക്ഷെ ഞാനതങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ നോർമലായിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ മത്തി ഫ്രൈയും അതിൻ്റെ ആ പൊടിയുണ്ടല്ലോ, ഞാനിപ്പോൾ അതിലേക്ക് വറുത്ത് കോരിയിട്ട് ആ പൊടികൾ ഇതൊക്കെ കൂട്ടി ചോറുണ്ടാലുണ്ടല്ലോ, എന്ത് രുചിയാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്നാണ് വിചാരിക്കുന്നത്. അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം.